ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളത് മൈൻക്രാഫ്റ്റിലൊരു അടിപൊളി മൂഡാണ് നോക്കാൻ പോകുന്നത്. ഈ മൂഡിന്റെ പേരെന്ന് വെച്ചാൽ ആക്ഷൻ ആൻഡ് സ്റ്റഫ് എന്ന പേരാണ്. മോനെ, ഞാൻ സ്പോണ്ട് ആയപ്പോൾ തന്നെ ഏത് സ്ഥലത്ത് പോയി തിരിക്കുക. എന്തോട്ടാ സ്ഥലം എന്ന് പോലും മനസ്സിലാവണില്ല. ചെറിയ ബോസപ്പിന്റെ സ്ഥലമാണ് ഞാൻ എടുത്തത്, അതിന്റെ സീലാണ് കൊടുത്തത്. ഇത് വേറെ എവിടെ എത്തി പോയിരിക്കുന്നത്. എടാ, ഇതിനൊക്കെ എന്താ പറ്റിയത്? ഇതിന്റെ ട്രീസൊക്കെ എന്താ ഇങ്ങനെ? ഇതെന്താ കല്ല? എന്തുകൊണ്ട് സംഭവങ്ങളാണ് അതൊക്കെ? അയ്യേ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ബോസം ഉണ്ടാവും തോന്നുന്നു. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. എന്തുകൊണ്ട് സ്ഥലമാണത്? ഫുള്ള് സ്ക്വയർ, പിള്ളേരുടെ ബേബീസിൻ്റെ ഇതുപോലെ കണ്ടിട്ട് ഏകദേശം എനിക്ക് ഈ മൈൻക്രാഫ്റ്റ് ആനിമേഷൻസ് മൂവീസില്ലേ അതുപോലെ അതെ, കറക്റ്റ് പ്ലേസിലെത്തി. നിന്റെ അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന, ഞാൻ അതറിഞ്ഞില്ല. ഓ, വെരി ഗുഡ്. തേനീച്ചക്ക് മോനെ, നല്ല അടിപൊളി സാധനം. ഇതെന്താണ്? ഈ ചെറിയ ബോസം ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുമോ? എൻ്റെ കയ്യിലെന്താ? ഇത് അടിപൊളി സാധനമാണല്ലോ. ഇത് സാധാരണ മൈൻക്രാഫ്റ്റ് ഇല്ല, മൂടി കയറ്റിയപ്പോഴാണല്ലോ. ഇത് അടിപൊളിയാണല്ലോ. എത്ര വേണേലും അൺലിമിറ്റഡ് ഓഫർ. ഇതിപ്പോ ബൊക്കയ്ക്ക് മീനൊക്കെ പൂ കിടക്കണ പോലെ എനിക്ക് തോന്നുന്നത്. എന്തോട്ട് ഇതാണ്. ഹായ്, നല്ല അടിപൊളി സാധനം. ഇതൊന്ന് ഇട്ട് നോക്കിയേക്കാം. ഒരു ബീ നടക്കണു, എന്നെ കൊത്തണ്ട വരണ്ട മനുഷ്യനെ. ഹായ്, ഒരു പിഗ്. എടാ പിഗ്, സുഖല്ലേ? ടെക്നോളജി. തേനീച്ചയ്ക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റൂലേ പൂവ്? അത് ഞാനിപ്പോഴറിയുന്നത്. ഇത്രയും നാളെ ഞാൻ ഇത് തന്നെ അറിഞ്ഞില്ലല്ലോ. നോക്കിയാ കൈ കൊടുക്കാൻ പറ്റുമെന്ന്. ദേ, ആ ശരിക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് അടിപൊളി തന്നെയാണല്ലോ. എനിക്കിത് കളിക്കാം മോനെ. ഇത് സീന്. ഇത് ഇതെന്താ ഇങ്ങനെ നീങ്ങുന്നത്? ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും. ഇത് കിടക്കാച്ച തന്നെ ഈ മൂഡ്. ഇതിന്റെ ടെക്സ്ചർ പാക്ക് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഞാൻ പിന്നെ ഇതിലൊന്നും അല്ല മൈൻക്രാഫ്റ്റ്, നമ്മുടെ മൈൻകോയ്സ് ഒന്നും നമ്മുടെ ഇല്ല. നമ്മൾ നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ. ട്രീസ് എല്ലാം പഴയതുപോലെ തന്നെ, പക്ഷെ രൂപം മാറി, അത്രേ ഉള്ളൂ. ടെക്സ്ചർ പാക്ക് എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ. ഇത് വേറെ ലെവലാ. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങിയടിച്ച് നോക്കാം. എന്തായാലും ചെറിയ ബോസം ട്രീസ് മാത്രം ശരിക്കും ആയിട്ടില്ല. അത് സാധാരണ പോലെ തന്നെ ഉണ്ട്. എന്താ ബാക്കിയുള്ളതൊക്കെ ആയിട്ടുണ്ട്. സീന്. ഹലോ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് എൻ്റെ സ്കിന്ന്? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സ്കിന്ന് കാണിക്കുന്നതെന്ന് വെച്ചാലും എങ്ങനെയുണ്ട്? എൻ്റെ പേര് 8 സ്പേസ് എന്നാണ് എൻ്റെ ഗെയിം ടാഗ്. എങ്ങനെയുണ്ട്? ശരിക്കും ഇത് ബൊക്ക പോലെ തന്നെ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്ക് അടിപൊളിയാവുമെന്ന്. മോനെ സീന്. ഇത് ഇങ്ങനെയൊക്കെ ആവോ? എന്തോട്ടത്? കണ്ടിട്ടൊന്നും മനസ്സിലാവണ പോലെ ഇല്ലല്ലോ. ഹായ് സീന്. ഞാൻ ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ അറിയുന്നത്, ഇത്രയും നാളും കഴിഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ഇനി വേറെ വല്ല സാധനങ്ങൾ എടുത്ത് വെക്കാം. ക്രിയേറ്റീവ് ഫുള്ളായിട്ടുണ്ട്. നമുക്കപ്പോ എലേറ്റർ എടുത്ത് വെക്കാം, പറക്കാൻ പറ്റും. എന്നാൽ നമ്മളിപ്പോൾ ക്രിയേറ്റീവ് മോഡ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് മാറ്റിയേക്കാം. സൂട്ട്. ഇത് ശരിക്കും മൈൻക്രാഫ്റ്റ് പോലെ ഒന്നല്ലടാ സൂട്ട്. ഇത് ഞാൻ ഏതൊരു മൈൻക്രാഫ്റ്റ് ആനിമേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. കറക്റ്റ് ആ സംഭവം തന്നെ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതുപോലെ തന്നെ വരുന്നത് മോനെ. വെറുതെ സീമോൻ തന്നെ. ഇനി കുറച്ച് ഷീൽഡ് എടുക്കാം, ഇനി ഒരു വെപ്പണും കൂടി എടുക്കാം. നമുക്കൊരു സോഡ് എടുക്കാം അല്ലേ? ഗോൾഡ് സോഡ് തന്നെ എടുക്കാം. ഗോൾഡ് വേണ്ട, ഡയമണ്ട്. മാക്കും കൂടി. ഇനിയാണ് മോനെ സീൻ തന്നെ. കുറച്ച് ഫുഡ് എടുത്തേക്കാം. ഇനിയിപ്പോൾ സർവൈവലാണെങ്കിൽ വല്ലത് വന്ന് തല്ലി തന്നാൽ നമ്മളെ കാര്യം കഴിഞ്ഞു. ഓക്കെ സീന്. മോനെ കറക്റ്റ്. ഞാൻ 2 ദിവസം മുന്നേ ഒരു ആനിമേഷൻ കണ്ടിട്ടുള്ള സ്റ്റീവിൻ്റെ. അതിൽ കറക്റ്റ് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നത്. അതേ ഇതന്നെ. ശരിക്കും പറഞ്ഞാൽ ആ ആനിമേഷൻ അവർക്കും ഓർമ്മ വരുന്നത്. അതിന്ന് കോപ്പി അടിച്ചിട്ട് ഈ മൂഡ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു, അതിൻ്റെ ടെക്സ്ചർ പാക്ക്. ഇത് തൊട്ടേ സാധനം. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? സാധാരണ മൈൻക്രാഫ്റ്റിൽ വെറുതെ വെട്ടുക ഇത്രയോ. ഇതാണെങ്കിൽ മോനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും അറിയുന്നത്. മോനെ കിടുക്കാച്ചി ഇത് തന്നെയാട്ടാ. പറക്കുമ്പോ തന്നെ വേറെ ലെവലാ. ഞാൻ ഒന്ന് നോക്കി വെക്കട്ടെ. ഓക്കെ, നമുക്കൊന്ന് സൂപ്പർമാൻ പറക്കണ പോലെ ഉണ്ടോ? എന്തോട്ടത്? മറ്റേതൊക്കെ എന്ത് സംഭവം? ഉടായ്പ സാധനങ്ങള്. ഇപ്പൊക്ക് ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല സ്റ്റൈലായിട്ടാ പറക്ക തന്നെ മോനെ. കിടിക്കച്ചനെ വേറെ ലെവൽ തന്നെയല്ലേ ഞാൻ. ഹായ്,
ഫുഡ് കഴിക്കുന്നതിന് എന്തോ പോലെ നിൽക്കുക, ശരിക്കും കഴിക്കണ പോലെ. എന്ത് ചെയ്യാനാ, ആനിമേഷൻസ് കൊടുത്തതല്ലേ മോനെ. എന്റെ സ്പോർട്സ് സ്റ്റൈൽ കണ്ടുപിടിക്കും മക്കളെ. ഹലോ, പിന്നെ എനിക്ക് ചെയ്യേണ്ടത് ആ കൂടി ഒരു സംഭവമാണ്, നമ്മുടെ റിയലിസ്റ്റിക് മൈൻക്രാഫ്റ്റ് മോനെ. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മോനെ സീനോ. ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാൻ പോവും. അപ്പൊ പിന്നെ നമുക്ക് ഇതിലേക്ക് വരാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഈ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ വേറെ ലെവലെന്ന് വെച്ചാൽ ലെവലാണ്. പറക്കുന്നതിനെ കണ്ട സൂപ്പർമാൻ്റെ പോലെ പറക്കുന്നത്. എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടാ. എൻ്റെ അപ്പുറത്തന്നെ ഒരു ടെക്നോബ്ലേഡ് നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയാവുന്നേ. ഞാൻ ബെഡ് വേഴ്സ് ആയത് കാരണമാണ് ഇതിൽ നോക്കിയത്. ഞാൻ പി സിയിലാണെങ്കിൽ ബെഡ് വേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ബെഡ് റോക്കിൻ്റെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഇത് മൊബൈലുള്ളത് കാരണമാണ് ഞാൻ ഇതിൽ നോക്കിയത്. അത് കാരണമാണ് കുറച്ച് ലാഗും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. മോനെ മരം മുറിക്കുന്നത് തന്നെ വേറെ ലെവലാ, പിന്നെ പറയണ്ടല്ലോ. മാക്കാണ് സീന്. നമുക്കൊന്ന് ഇതിനൊന്ന് പരിപ്പാക്കിയിട്ട് വരാം. ഒറ്റയടിക്ക് കഴിഞ്ഞ സീനാണല്ലോ. നമുക്കൊക്കെ ഒന്ന് കറങ്ങടിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ കാണുമ്പോൾ ഏതൊരു ചോക്ലേറ്റ് പോലെ എനിക്ക് തോന്നുന്നത്. അടിപൊളി തന്നെ മോനെ. ഓക്കെ, ഏകദേശം ഒരു വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ തേനീച്ചയുടെ കൂടൊക്കെ ഉണ്ട്. ഞാനതൊക്കെ തല്ലി പൊളിക്കാണ്. ഈ തേനീച്ച ശല്യം വേണ്ട എനിക്ക്. എന്തൊക്കെയായാലും കുറച്ച് ആപത്ത് തന്നെയാണ് സർവൈവലായ. ഒരു അടി കിട്ടിയാൽ നമ്മൾ കത്താം, തേടി പിടിച്ചു കൊല്ലും. വെള്ളത്തിലായാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അമ്മാതിരി സാധനങ്ങളാണ് ഇവരൊക്കെ. ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് ഒരു ആക്സിലോട്ട് തേതക്കണം, അതിനൊന്ന് വെട്ടിക്കൊല്ലണ വേണ്ട, പാവം ജീവിച്ചു പോയിക്കോട്ടെ. ഏറ്റവും സീൻ ഇതാണ്, ആക്സിലോന്റെ സാധനമാണ് മോനെ. നീ ഒന്ന് കണ്ടു നോക്ക്, അതിന്റെ റിയാക്ഷൻ നോക്ക്. ഇപ്പൊ കാണാട്ടാ, നീ ഒന്ന് ആകാശത്ത് പറക്കിയിട്ട് പിന്നെ നിലത്തേക്ക് വീഴുമ്പോ അതിന്റെ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഞാൻ കൊല്ലും. കാസ്റ്റ് കഥം. ഇതെന്താ തോറിന്റെ ഹാർമണ്ട സാധനത്തിന്റെ പവർ വരുന്ന പോലെ കേട്ടാ ഇതില്. ഞാൻ ഇന്നോട്ടത് തോറിലിത് ലൈറ്റ്നിങ് വരുന്ന പോലെ. നമുക്ക് ഒരു പുതിയ സംഭവം എടുത്ത് നോക്കാം. ഇപ്പോ എവിടെയാണ് ആ സംഭവം? ഇത് ആഴയൻകോലത്ത് എടുത്തേക്കാം. ആഴയൻകോലത്തെ നോക്കും. ആഴയൻകോലത്തിന്റെ തല അത് ഇങ്ങനെയാണ് എല്ലാവരുടെയും സ്പ്രോ. മാറിക്കടാ. ഓക്കെ, നമുക്ക് ഇതെടുത്തേക്കാം. ബട്ട് വേല് കെട്ടിയിട്ട് അവൻ്റെ അടിയിൽ നിർത്താം, അല്ലെങ്കിൽ പിന്നെ അവൻ ഓടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കഷ്ടം. ഓക്കെ, ഇനി ഒരുത്തരം കൊണ്ട് അതിൻ്റെ ഉള്ളിട്ട കാര്യം കഴിഞ്ഞില്ലേ. വേഗം അതൊരുത്തരിട്ടു. ഇനി അതിലത് ഫുള്ള് മൂടിയേക്കാം, അല്ലെങ്കിൽ ഇനി സാധനം നടന്നു പോയിട്ട് തെറ്റി പോകണ്ട. എന്തായാലും ചാടിയിട്ട് നല്ല ആക്കാൻ പോകല്ലേ. ഓക്കെ, നമുക്കിനി സെറ്റാക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ശരിക്കും ആയിട്ടുണ്ട് മോനെ. ഞാൻ പറഞ്ഞിട്ട് വരുന്ന ഒരടി അതിൽ കത്തമ്മാവോ നോക്കാം. നമുക്കിന്ന് ഒരടി പറ്റുമോന്ന് അറിയില്ല, നോക്കിയേക്കാം. മോനെ വെറുതെ അയ്യേ കൊള്ളു തന്നെ ചെയ്തില്ലല്ലോ. ഒരു വട്ടം കൊണ്ട് നമുക്ക് നോക്കണം. ഇപ്രാവശ്യം ചെയ്യാതെ വേറെ വഴിയില്ല. പകുതി ജീവൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വട്ടം കൂടെ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾക്ക് ഇപ്രാവശ്യം ശരിക്കും അടിപൊളി ചെയ്യാട്ടാ. ഓക്കെ ആകാശത്തേക്ക് പോട്ടെ, പുണ്ട് വണ്ണടിക്കാൻ. ഓക്കെ, നമ്മൾ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനിയൊരു അടി അടിച്ചു കഴിഞ്ഞ ആഴങ്കലത്തിന് കഥ കഴിയും മോനെ. കഥം. അങ്ങനെ ആഴങ്കാലത്തിന് പണി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ആഴങ്കാലം ചത്തല്ലേ പാവം. എൻ്റെ എക്സ്പെരിമെന്റിന് വേണ്ടി വെറുതെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആഴങ്കാലത്തിന് വേണ്ടിയിട്ട്. ആഴങ്കാലത്തിന്റെ സ്മാരകമാണ് കുഴിച്ചിട്ടൊക്കെ അതിനെ. എന്തൊക്കെയല്ല നമ്മൾ കാരണമല്ല ആഴങ്കോലം വെച്ചത്. അതിന് വേണ്ടിയിട്ട് ഒരു കല്ലറ പണിത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പൂവും കൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് ആഴങ്കോലത്തൊന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് പോയേക്കാം. ഓക്കെ, അവന്റെ അവസാനത്തെ ശേഷിപ്പായ ആ അഴയനും കൂടി അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമുക്ക് പോവാം. അഴയന്റെ ഷേപ്പൊക്കെ വേറെ ലെവലാണ്. ഓക്കെ, നമുക്ക് മൂടാം. ഞെളിച്ച് പൂ വെച്ചിട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, ചെടിയുടെ മണ്ണൊക്കെ എന്താ ഇങ്ങനെ? ശരിക്കും സാധാരണ ഇതിൽ ചെടി മാത്രമേ കാണിക്കുള്ളൂ. ഈ പൂമ്പാറ്റോ ഈ ബീസ് ഇങ്ങനെ ഫുള്ള് നിരനിര ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. ഏത് പൂവായാലും അവർക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു.
അങ്ങനെയാണെന്ന് തോന്നുന്നു അവനെ കണ്ടിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബീസിനെ തന്നെ ഇതിങ്ങനെ ആക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി പോയേക്കാം. വില്ലേജസിന് ഇട്ട് കളിച്ചാൽ എന്നിട്ട് പുതിയ മോഡും കൂടി എക്സ്ട്രാ എണ്ണം കേട്ടിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാച്ചി മോഡാണ്. വില്ലേജസിന്റെ ഇത് ഫ്രഷ് മൂസ് എന്നാ പറയുന്നത് അതിന്റെ പേര്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മള് കണ്ടോ ആ വില്ലേജസിന്റെ മോന്തയുടെ റിയാക്ഷൻ കണ്ട. ഏകദേശം ഞാനൊരു മറ്റേ മൈൻക്രാഫ്റ്റ് ആനിമേഷന്റെ അതുപോലെ തന്നെ ആക്കിയിരിക്കുന്നത്. അത് കാരണം ഇതേടാ അതിന്റെ മോന്ത മറന്നു കണ്ട. ഇത്രയും നാള് സാധാരണ ഇതിൽ കളിക്കുമ്പോ എന്തോ ഒരു ഊള കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ കേറ്റിട്ട് നോക്കുമ്പോ മോനെ വാഴയംകുളത്തിന് ഇല്ലാന്ന് തോന്നുന്നു. എത്ര അടി അടിച്ചതാ. ആ കൂടി വില്ലേജസിന് മാത്രമാണ് അങ്ങനത്തെ ഫ്രഷ് മൂസുള്ളൂ. ഓക്കെ, നമുക്ക് ഒറ്റത്തെ അടിച്ചു നോക്കാം. ഒരു ബേബി വില്ലേജിൽ പോണാനെ അടിച്ചാലോ. ജീവിച്ചു പോക്കട്ടെ. ഓക്കെ മോനെ, ഇത്രയ്ക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സംഭവങ്ങളൊക്കെ. നമുക്കിപ്പോ ഒരു ഇതെടുക്കാം. ഡയമണ്ട് ആർമർ നിട്ട് നോക്കട്ടെ. അത് ഏകദേശം ഇതുപോലെ തന്നെയാണോ നോക്കട്ടെ ഞാൻ. ശരിയാ, ഇതുപോലെ തന്നെ. സാധാരണ ഇതുപോലെ ഒന്നുമില്ല. സാധാരണ എന്തൊരു ഇതുപോലെ. എന്നാലും ഡയമണ്ട് പോലെ തോന്നിച്ചിരുന്നു. ഇതാണ് കാര്യം ഒന്നുമില്ല. എന്റെ മോന്തേരെ പിരികി ഇതൊക്കെ മാറുന്നുണ്ടല്ലോ. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ടോക്കിംഗ് വില്ലേജസിന്റെ ആണ് ഇടാൻ പോകുന്നത്. എന്തായാലും ഒരു വീഡിയോയിൽ ഞാൻ ടോക്കിംഗ് വില്ലേജസിന്റെ മോഡ് കയറ്റിയിട്ട് ഞാൻ ഇട്ട് നോക്കട്ടെ. ഒരുവട്ടം അത് ചെയ്തിട്ടുണ്ട്. അത് കിടക്കാച്ചെന്ന് വെച്ചാൽ കിടക്കാച്ചി മോനെ ഒരു അടി അടിച്ച് കഴിഞ്ഞത് എന്താ അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് ഇങ്ങനെ പറയാ ചെയ്യാ. അപ്പൊ ഞാൻ അതൊന്ന് നോക്കി നോക്കണേക്ക്. അപ്പൊ ഒരു വീഡിയോയിൽ ഞാൻ അത് എന്തായാലും കൊണ്ടുവരും. അങ്ങനത്തെ നമുക്കപ്പോ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം വൈകുന്നേരം തുടങ്ങി. ഇപ്പൊ തന്നെ വില്ലേജസ് ഒക്കെ കിടന്നുറങ്ങി. ഞാനൊക്കെ പാദയാത്രി ഇറക്കി ഇതില് സോംബീസിനും എല്ലാം നടക്കുന്നത്. അപ്പോഴാണ് ഇവര് എന്ത് ചെയ്യാനാ വില്ലേജസ് ആയി പോയില്ലേ. എങ്ങനെയല്ലേ എന്ന് ഇത് ആ പൊട്ടന്മാർക്ക് അറിയോ. എത്ര നേരം ഇറങ്ങിയാലും ഉപകാരമില്ല എന്ന് ഞാൻ ഇറങ്ങിയാലും ആവുള്ളൂന്ന്. ഇതൊക്കെ ഇനി ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം. സീന് എങ്ങനെയാണ് എന്റെ സ്കിന്ന് മോനെ വേറെ ലെവലല്ലേ. ഞാൻ സ്വയം ക്രിയേറ്റ് ചെയ്ത സ്കിന്നാണ്. വേറെ ആർക്കും ഇതുപോലെ ഉണ്ടാവില്ല. അമ്മാതിരിതാ ഹെയർ തന്നെ കണ്ട എന്തുകൊണ്ട് ഹെയർ ആയാലേ. എന്നാലും നിങ്ങൾ പറയണം മോനെ, ഇതില് സ്പോർട്സ്മാൻഷിപ്പ് വേറെ ലെവലാണ്. കത്തിക്ക് വേറെ രീതിയിലാണെങ്കിലും അതിന്റെ ഇത് ഓടുന്നത് വരെ കാണുകയാണെങ്കിൽ ഒരു ആക്ഷൻ ടൈപ്പായിട്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. സോംബികളൊക്കെ വന്നിട്ടുണ്ട്. ക്രിയേറ്റീവ് മോഡായത് കാരണം പിന്നെ പടായില്ല. അല്ലെങ്കിൽ ഇപ്പോ എപ്പോഴാ വന്ന് വെട്ടിക്കൊല്ലേണ്ടതാണ്. ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴാണ് ഇതിങ്ങനെ എന്നുവെച്ചാ ഒരു കഷ്ടം എന്ന് വെച്ചാൽ ബാക്കിക്ക് ഫ്രണ്ടിക്ക് പോകണമെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇങ്ങനത്തെ ഇതിലാണെങ്കിൽ പി സിയിലാണെങ്കിൽ കുഴപ്പമില്ല. ഇതില് മൊബൈലിൽ ഞാൻ കളിക്കുമ്പോ എന്തോ പോലെയാ ഇങ്ങനെ പോകുമ്പോ. ഒരു ഇതൊക്കെ ക്രീപ്പർ വന്നിട്ട് മോനെ, ആ ക്രീപ്പർ ആണെങ്കിൽ ഫുൾ പവറിലാന്ന് തോന്നുന്നത്. ബ്ലൂ കളറിലൊക്കെ ആയിട്ട് പേടിയിട്ടയ്യ. ഞാൻ സർവൈവലാവണില്ല. ഇത് കുറച്ച് ക്രീപ്പറിന്റെ ഏരിയ എന്നാ തോന്നുന്നത്. എല്ലായിടത്തും ഇതുപോലത്തെ ക്രീപ്പറാ. സാധാരണ ക്രീപ്പർ ഒന്നുമില്ല മോനെ. ഭാഗ്യം സർവൈവൽ ചെയ്ത് കൊല്ലാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് അത്രയ്ക്ക് ചെയ്യാൻ പറ്റണില്ല. അത് കാരണം അത് ഞാൻ എപ്പോഴാ വെട്ടി കൊല്ലണതല്ലേ. ഒരു സ്പോടല്ലേ, ഒറ്റ അടിക്ക് വെട്ടിയത്. ഒരു 2 വെട്ടി കഴിഞ്ഞാൽ അതിന്റെ പടായിണ്ടോ. ഇനി വേഗം കിടന്നുറങ്ങിയില്ലെങ്കിൽ ഇവിടെ വയലൻസ് ആവും മക്കളെ. വേഗം ഉറങ്ങട്ടെ, അല്ലെങ്കിൽ വില്ലേജസ് ഒക്കെ ഇനി നാളത്തേക്ക് പടായിണ്ടാവും.